ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാ യാത്ര എന്നുള്ളത്. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ കൂടെ കോഴിക്കോട് ഉള്ളേരി എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പോവാണ്. ഒരുപാട് പേർക്ക് ഇക്കാൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ കൂടെ ഇതുവരെയുള്ള എല്ലാ കൂട്ടുകാർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ കാര്യങ്ങളായിട്ട്. പിന്നെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടും ഉണ്ട് കേട്ടോ. എൻ്റെ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളും ഞാൻ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കമ്പനിയിലെത്തി കേട്ടോ, സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാൻ്റെ വർക്ക് എന്താണെന്നൊക്കെ കാണാത്തൊരു പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കാണിച്ച് തരാച്ചിട്ട് എടുത്ത വീഡിയോ കേട്ടോ. ഇതാണ് അവിടെ ഗോഡൗൺ. ഞങ്ങൾ വന്നിട്ടുള്ളത് പ്ലൈവുഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഗോഡൗണും കാര്യങ്ങളും ഇങ്ങോട്ടാണ് നമ്മൾ സാധനം കൊണ്ടുവന്ന് ഇറക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇക്കാക്ക് വർക്ക്. ഈ ഒരു വർക്കുണ്ട്. പിന്നെ ആൾ ക്ലോസറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആ ഒരു ഇത് കമ്പനിയിൽ നിന്നും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. സമയം 11:30 ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഹോട്ടലിൽ കയറി, അവിടെ ചോറായിട്ടില്ല പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി രണ്ടാമത് ഹോട്ടലിൽ വന്ന് കയറുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിക്കാതെ പോയത്. രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 മണി ആ സമയത്ത് ജസ്റ്റ് ഒരു കാലി ചായ മാത്രം കുടിച്ച് ഞങ്ങൾ പോയതായിരുന്നു. അത് ഒരു 11:30-12 മണി വരെ ഞങ്ങളങ്ങനെ പിടിച്ചു നിന്നു കേട്ടോ. വിശപ്പുണ്ടെങ്കിലും പക്ഷേ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചോറ് എന്താ അറിയില്ല, പുറത്തിറങ്ങിയപ്പോൾ നല്ല ചോറ് കഴിക്കാനൊരു പൂതി. എല്ലാവർക്കും ബിരിയാണിയൊക്കെ കഴിക്കാനും ബിരിയാണി, നെയ്ച്ചോറ്, കുഴിമന്തി ഇതൊക്കെ ആയിരിക്കും പൂതി. പക്ഷെ എനിക്ക് സാധാ ചോറ് കഴിക്കാനൊരു പൂതി. അങ്ങനെ ഒക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് ഇക്കാൻ്റെ കൂടെ പോയി വെച്ചാൽ ഇക്കന്നെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഞാനും പോവാറുണ്ട്. ഇക്ക അങ്ങനെ കൂടുതൽ ലോഡും കാര്യങ്ങളും ഇല്ലാണ്ടെങ്കിൽ എന്നെ കൂട്ടാറുണ്ട്. അതൊരു സന്തോഷമാണല്ലോ. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലായാലും പിന്നെ മുനീഫ്ഖാൻ്റെ വീട്ടിലായാലും അവരുപ്പായാലും ഉമ്മയായാലും എൻ്റെ വീട്ടിലായാലും എൻ്റെ ഉമ്മയായാലും അവർക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി നമുക്ക് അവർക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കാറുണ്ട്. അത് വലിയൊരു സന്തോഷം. അവർക്കും അത് വലിയൊരു തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് കൂടെ പോകുന്നതും കൂടെയാണ് ഞാൻ. അപ്പം മുത്തുമണികളെ, ഞങ്ങൾ യാത്ര ഒക്കെ കഴിഞ്ഞതാ തിരിച്ച് വരികയാണ് കേട്ടോ. തിരിച്ച് ഏകദേശം ഞങ്ങളുടെ നാട്ടിലെത്തി. പിന്നെ ഇന്ന് രാവിലെ 6:30 പോയതായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഉച്ചയായിട്ടാ, 1 മണി 1:30 ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ പറയാറുണ്ട് ഇക്കാൻ്റെ കൂടെ പോവാറുണ്ടെന്ന്. എന്താ പറയുക, കൂടുതൽ ലൈവിലാണ് പറഞ്ഞിട്ടുള്ളത്. അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കാം, വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇക്കാൻ്റെ കൂടെ ഇതേപോലെ പോരും കേട്ടോ. ലോങ് യാത്ര എന്ന് വെച്ചാൽ പഠിത്ത് ഞാൻ കാസർഗോഡാണ് കേട്ടോ പോയത്. കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ ഒരുപാടൊന്നും പോകാറില്ല. എന്നാലും കിട്ടുന്ന അവസരങ്ങളിൽ പോകാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ലോഡൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ലോഡും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പോകാൻ കഴിയില്ല. കുറച്ചൊക്കെ ഉള്ളുണ്ടെങ്കിൽ പോകും. പിന്നെ മാക്സിമം ആളിന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ എന്ന് വെച്ചാൽ ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഛർദിക്കോ ഇതാവോ, കൂടുതൽ യാത്ര ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ള ടെൻഷനായിരുന്നു. സത്യം പറയണ ഇപ്പോൾ ആ ടെൻഷനൊക്കെ പോയി. കാരണം ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ യാത്ര തുടങ്ങിയതിന് ശേഷം അതൊരു ടെൻഷനോ കാര്യങ്ങളോ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് വന്നു കേട്ടോ. എൻ്റെ ശേഷം ഇങ്ങനെ ഫുള്ള് യാത്ര പോകണം എന്നുള്ള ഒരു ത്രില്ലാണ്, എവിടേക്ക് പോകണം. പിന്നെ എനിക്ക് കൂടുതൽ പറയില്ല, കൂടുതൽ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എങ്കിലും കൂടെ എന്താ പറയുക, ഞാൻ സത്യം പറയണേ, എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവർ എന്നുള്ളതിൽ അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതുപോലെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതെല്ലാവർക്കും വേണമെന്നില്ല. ഡ്രൈവർമാരാണ് വെച്ചിട്ട് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ ഒന്നെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാണെന്നുണ്ടെങ്കിൽ അല്ലെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ മാക്സിമം സാഹചര്യം എല്ലാം ഓക്കെ ആണെങ്കിൽ എന്താ പറയുക, ഭർത്താക്കന്മാരോടുള്ള റിക്വസ്റ്റാണ്, ഡ്രൈവറാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഭാര്യനെയും കൂട്ടി യാത്ര ചെയ്യണം എന്നുള്ള കേട്ടോ എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാട് മനസ്സായാലും എല്ലാം കൊണ്ടും അടിപൊളിയാണ്, സെറ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു യാത്രകൾ പോകാൻ പറ്റും. അപ്പോൾ മാക്സിമം അങ്ങനെ നിങ്ങളുടെ വൈഫിനെയും കൂട്ടിയൊക്കെ യാത്ര ചെയ്യാം.
കൊണ്ടുപോകാൻ പറ്റുന്നവർ മാക്സിമം കൊണ്ടുപോവുക. എനിക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറയാനുള്ളത് ഇത് തന്നെ കേട്ടോ. എൻ്റെ ഇക്കാക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ മുൻപും കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലമൊക്കെ ജോലി ഇതൊന്നും അല്ലായിരുന്നു, ഡ്രൈവർ അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഡ്രൈവറായിട്ട് വർക്ക്. പല ജോലി ഉള്ളവരുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ ഒന്നും നമ്മളെ കൊണ്ടുപോകാൻ കഴിയില്ല. പല ജോലി ചെയ്യണവർക്ക് ഇപ്പോൾ ഭാര്യമാരെ കൊണ്ടടക്കാൻ പറ്റും, ഒരിക്കലും ഇല്ല. പക്ഷെ ഡ്രൈവർ എന്നുള്ള ജോലിക്ക് നമുക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നൊരു ജോലിയാണ്. അത് എല്ലായിടത്തൊന്നും ഇല്ല, പറ്റുന്ന സ്ഥലങ്ങളിൽ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഭാര്യമാരൊക്കെ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യനെ കൂട്ടി പോകണം എന്നുള്ളതാണ് അല്ലേ. അതൊരു വേറെ വൈബ് തന്നെ അല്ലേ. എന്താ വായതൊന്നും അറിയാത്ത ആണോ അല്ലേ? അപ്പൊ കൂടുതലൊന്നും പറയണില്ല കേട്ടോ, ഞാൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ ചടപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നവര്, അതായത് ഒരു ഭർത്താവിന്റെ ഒരു ഫീലിങ്സ് എന്താന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം ഞാൻ മാത്രം ഒരു ഭാര്യന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അത് എൻ്റെത് മാത്രമാണ്. ഒരു ഭർത്താവിന് എത്രത്തോളം കൊണ്ടുപോകുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷം, അവർക്ക് എത്രത്തോളം അത് ഫീലിങ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാനും കൂടെ നീ ചോദിച്ചത് ആണോ അല്ലേ എന്നുള്ളത്. അതെന്താ പേടിപ്പിക്ക് അല്ലാന്ന് പറഞ്ഞ് വേണ്ടാന്ന് കേട്ടോ. അതങ്ങനെയൊക്കെ പറയും, തമാശ പറയാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഞാൻ ഇക്കാനോട് പറയാറട്ടെ, ഞാനുണ്ട് എന്ന് പറയാം. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കും, അധികം ഈ വരണോ ചോദിക്കാറുണ്ട് കേട്ടോ. നല്ല അവസരങ്ങളൊക്കെയാണ് ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും ഈ വരണോന്ന്. അങ്ങനെയാണ് ഞങ്ങളെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത്. അപ്പം ഇക്കാക്ക് ജോലി എന്താണെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇക്കാക്ക് ഡ്രൈവർ പണിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെ ഞങ്ങളുടെ യാത്രകളും സന്തോഷങ്ങളും. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതന്നെ കേട്ടോ മെയിനായിട്ട്. നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ കൂട്ടിയിട്ട് യാത്ര പോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇനി സംസാരത്തിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകുറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും